നമസ്കാരം. വാർത്തകളുടെ രത്നച്ചുരുക്കങ്ങളുമായി അതിവേഗ വാർത്ത ആരംഭിക്കും. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ മുന്നിൽ വേറെ വഴികളുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP. വിവാദ പരാമർശം ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ കോൺഗ്രസ് 3ാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന് അഭിമുഖത്തിൽ മുന്നറിയിപ്പ്. കേരളത്തിലെ കോൺഗ്രസിൽ നേതൃത്വ പ്രതിസന്ധിയെന്നും തരൂർ. പാർട്ടിക്ക് മികച്ച നേതൃത്വമില്ലെന്നും മുന്നറിയിപ്പ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIM-ഉം പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ശശി തരൂരിനും പറയേണ്ടി വന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന നേതാവാണ് തരൂരെന്നും അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ലെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. ശശി തരൂരിന്റെ പ്രസ്താവനയിൽ പ്രതികരണവുമായി രമേശ് ചെന്നിത്തല. തരൂരിന്റെ പ്രസ്താവന രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പ് നടത്തിയതെന്ന് രമേശ് ചെന്നിത്തല. തരൂരിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് താനായിരുന്നു എന്നത് സത്യമാണ്. പാർട്ടിക്ക് അനിവാര്യമായതുകൊണ്ടാണ് തരൂരിനെ MP-യും കേന്ദ്രമന്ത്രിയുമാക്കിയതെന്നും രമേശ് ചെന്നിത്തല. ശശി തരൂരിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ച് കൂടെ നിർത്തണമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. തരൂരിന്റെ സേവനം കോൺഗ്രസിന് ആവശ്യമാണെന്നും കേരളത്തിലെ കോൺഗ്രസിന് നേതൃക്ഷാമം ഇല്ല എന്നും മുരളീധരൻ പറഞ്ഞു. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള 2ാം ഘട്ട കരട് പട്ടിക തയ്യാറായി. പട്ടികയിൽ 81 കുടുംബങ്ങൾ ഉൾപ്പെട്ടു. ടൗൺഷിപ്പിൽ ഇതോടെ 323 കുടുംബങ്ങളായി. 2ാം ഘട്ട പട്ടികയിൽ വാസയോഗ്യമല്ലാത്ത വീടുകൾ ഉൾപ്പെടുന്നവരുമുണ്ട്. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധം കടുപ്പിച്ച് ദുരന്തബാധിതർ തുടങ്ങിയ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. അർഹരെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. ദുരന്തഭൂമിയിൽ കുടിൽ കെട്ടിയും കഞ്ഞിവെച്ചുമായിരുന്നു പ്രതിഷേധം. ബെയിലി പാലത്തിൽ പ്രതിഷേധിച്ചവരെ പോലീസ് തടഞ്ഞു. വയനാട് പുനരധിവാസ വിഷയത്തിൽ 5 സെന്റ് ഭൂമിയിൽ കൂടുതൽ കൊടുക്കാനാകുമോ എന്ന സാഹചര്യം പരിശോധിക്കുന്നുണ്ടെന്ന് റവന്യൂ ഭവന വകുപ്പ് മന്ത്രി K രാജൻ. അതിനേക്കാൾ കൂടുതൽ ഭൂമി കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് നടത്തിക്കൊടുക്കുമെന്നും ലഭ്യമായ മുഴുവൻ സഹായവും നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. തെലങ്കാന നാഗർ കുർണൂൽ തുരങ്കത്തിൽ കുടുങ്ങിയ 8 പേരെ രക്ഷിക്കാനുള്ള ശ്രമം ഊർജിതം. ദൗത്യം അതീവ ദുഷ്കരം. ശ്രീശൈലം അണക്കെട്ടിന് പിന്നിലുള്ള തുരങ്കത്തിൽ ചോർച്ച അടയ്ക്കാനെത്തിയ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകി പ്രധാനമന്ത്രി. തിരുവനന്തപുരം വട്ടപ്പാറയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. വട്ടപ്പാറ കുറ്റിയാനി സ്വദേശി ബാലചന്ദ്രൻ, ഭാര്യ ജയലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് ആഹാരം നൽകാനെത്തിയ മരുമകളാണ് പോലീസിനെ വിവരം അറിയിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില ഗുരുതരമായി തുടരുന്നു. ശ്വാസതടസ്സമുണ്ടായെന്നും കൂടുതൽ ക്ഷീണിതനെന്നും ഡോക്ടർമാർ അറിയിച്ചു. സ്ഥിതി ഇന്നലത്തേതിലും ഗുരുതരമെന്നും അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ടീമിൽ ഇടം പിടിച്ച ഇമാം ഉൽ ഹക്കും ബാബർ അസമുമാണ് ഓപ്പണർമാരായി ഇറങ്ങിയത്. 9ാം ഓവറിൽ ബാബർ അസമിനെ തിരിച്ചയച്ച ഹർദിക് പാണ്ഡ്യ ആദ്യ വിക്കറ്റ് നേടി. പിന്നാലെ ഇമാം ഉൽ ഹക്കിനെ അക്സർ പട്ടേലും പുറത്താക്കി. അനന്തമായി കേസുകൾ നീണ്ടുപോകുന്നത് സാധാരണ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലെ വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധാരണക്കാർക്ക് നീതി ലഭ്യമാകുന്ന ഇടങ്ങളായി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ മാറണമെന്നും മുഖ്യമന്ത്രി. ഹോസ്ദുർ കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ക്രിസ്മസ് പരീക്ഷയിലെ ചോദ്യക്കടലാസ് ചോർച്ചാ കേസിൽ മുഖ്യപ്രതി MS സൊല്യൂഷൻ CEO ഷുഹൈബ് ചോദ്യം ചെയ്യലിനുമായി സഹകരിച്ചില്ലെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നീക്കം. ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരായെങ്കിലും ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയില്ലെന്ന് ക്രൈംബ്രാഞ്ച്. സംസ്ഥാനത്ത് ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 2 ആഴ്ച പിന്നിടുന്നു. തുടർച്ചയ്ക്ക് സർക്കാർ ഇതുവരെയും തീരുമാനത്തിലെത്തിയില്ല. മുഖ്യമന്ത്രി ഇടപെടണമെന്നാണ് ആശാവർക്കർമാരുടെ ആവശ്യം. ആശാവർക്കർമാർ സർക്കാരിനോട് അവകാശമാണ് ചോദിക്കുന്നതെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ MP. സമരത്തിന് മഹിളാ കോൺഗ്രസിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ആരോഗ്യമന്ത്രിക്ക് മനസാക്ഷിയില്ലെന്നും ആശാവർക്കർമാർ 7000 രൂപയ്ക്ക് എങ്ങനെ ജീവിക്കുമെന്നും ജെബി മേത്തർ. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധ തീപ്പന്തം നാളെ. ആശാവർക്കർമാർക്ക് നീതി നൽകൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം.
കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവത്തിൽ പിടിയിലായ പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചു. കുണ്ടറ സ്വദേശികളായ രാജേഷ്, അരുൺ എന്നിവരെയാണ് തെളിവെടുപ്പിനെത്തിച്ചത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇന്നലെയാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. കുണ്ടറയിൽ SIയെ ആക്രമിച്ച പ്രതികളാണ് ഇരുവരും. തൃശൂർ ചാലക്കുടി പുഴയിൽ യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ചെങ്ങാലൂർ സ്വദേശി ജിബിനാണ് മരിച്ചത്. ചാലക്കുടി കൂടപ്പുഴ തടയണയ്ക്ക് താഴെയായിരുന്നു അപകടം. ഫയർഫോഴ്സ് എത്തി നടത്തിയ തിരച്ചിലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം നഗരൂരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. മിസോറാം സ്വദേശി VL വാലന്റൈൻ ആണ് മരിച്ചത്. കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ അനിയൻ ചേട്ടനെ കഴുത്തിൽ കയർ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. പ്രസന്നനാണ് മരിച്ചത്. സംഭവത്തിൽ അനിയൻ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്വേഷണം പുരോഗമിക്കുകയാണ്. മദ്യലഹരിയിലുണ്ടായ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അട്ടപ്പാടിയിൽ മകൻ അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് അരളിക്കോണം സ്വദേശി രേഷി. സംഭവത്തിൽ മകൻ രഘുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് പുലർച്ചെയാണ് ഹോളോബ്രിക്സ് ഉപയോഗിച്ച് മകൻ അമ്മയെ തലക്കടിച്ച് കൊന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ റിട്ടയർഡ് ASI മനോഹരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ 1 മുതൽ 3 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് കണ്ടെത്തൽ. 2021-ലാണ് കേസിനാസ്പദമായ സംഭവം. മലപ്പുറം വളാഞ്ചേരി പുറമണ്ണൂരിൽ അതിർത്തി തർക്കത്തെ ചൊല്ലിയുള്ള വാക്കേറ്റത്തിൽ അയൽവാസിയുടെ തലയടിച്ച് തകർത്തു. പുറമണ്ണൂർ സ്വദേശി നാസറിനാണ് പരിക്കേറ്റത്. അടിയുടെ ആഘാതത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ നാസർ ആശുപത്രിയിൽ ചികിത്സ തേടി. വളാഞ്ചേരി പോലീസ് കേസെടുത്തു. കോഴിക്കോട് താമരശ്ശേരിയിൽ കൊക്കയിലേക്ക് വീണ് യുവാവിന് ദാരുണാന്ത്യം. വടകര വളയം സ്വദേശി അമലാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. തിരുവനന്തപുരം കള്ളിക്കാടിൽ ബാർബർ ഷോപ്പിലെ ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അരനാട് സ്വദേശി റെജിയാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് നിഗമനം. വാടകയ്ക്ക് താമസിച്ചിരുന്ന മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ എറവ് 6-ാം കല്ലിൽ അടിപിടിക്കിടെ തലയടിച്ച് നിലത്ത് വീണ മധ്യവയസ്കൻ മരിച്ചു. പുളിക്കത്തറ വീട്ടിൽ മോഹനനാണ് മരിച്ചത്. സംഭവത്തിൽ പ്രദേശവാസികളായ 2 യുവാക്കളെ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി യുവതി. തൃക്കാക്കര ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അലീഷാനയ്ക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം. കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്നും യുവതി. കൈക്കൂലി കേസിൽ പിടിയിലായ എറണാകുളം RTO ജേഴ്സൺ ഭൂമി വാങ്ങിക്കൂട്ടിയതായി വിജിലൻസ്. 4 ഇടങ്ങളിൽ ഭൂമി വാങ്ങിയതിന്റെ രേഖകൾ വിജിലൻസിന് ലഭിച്ചു. മൂന്നാറിലടക്കമാണ് ജേഴ്സൺ ഭൂമി വാങ്ങിയിട്ടുള്ളത്. ജേഴ്സന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. താൽക്കാലിക പെർമിറ്റിന് വേണ്ടി സ്വകാര്യ ബസ് ഉടമയിൽ നിന്നും കൈക്കൂലി വാങ്ങിയ കേസിലാണ് RTO ജേഴ്സൺ പിടിയിലാകുന്നത്. അമ്പല്ലൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. 4 പേരെ തൃശൂർ ജില്ലാ ആശുപത്രിയിലും 3 പേരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അമ്പല്ലൂർ ജംഗ്ഷനിലെ അടിപ്പാതയ്ക്ക് സമീപമായിരുന്നു അപകടം. തൃശൂർ മാളയിലെ കുഴൂർ പഞ്ചായത്തിൽ വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മാള സൊക്കോർസോ സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനി അവന്തികയാണ് മരിച്ചത്. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ കുട്ടിയെ ഉടനെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊച്ചി കാക്കനാട് സെൻട്രൽ എക്സൈസ് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയുടെയും കുടുംബത്തിന്റെയും മരണം തൂങ്ങിമരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അമ്മ ശകുന്തള ആണ് ആദ്യം തൂങ്ങി മരിച്ചത്. തുടക്കം മൃതദേഹം അഴിച്ച് താഴെ കിടത്തിയ ശേഷം തുണി കൊണ്ട് മൂടി പൂക്കൾ വിതറി. ഇതിനുശേഷം മനീഷും സഹോദരി ശാലിനിയും തൂങ്ങി മരിക്കുകയായിരുന്നെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ കൊരട്ടി മുരിങ്ങൂരിൽ വൻ കഞ്ചാവ് വേട്ട. 23 കിലോ കഞ്ചാവുമായി 3 ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് കഞ്ചാവ് പിടികൂടിയത്. തൃശൂർ പുത്തൂർ അമ്പലക്കടവ് ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത് പണം കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ SL പുരം സ്വദേശി ശ്രീജിത്താണ് അറസ്റ്റിലായത്.
പുത്തൂരിൽ ആനപ്പാപ്പാനായി ജോലി നോക്കിക്കൊണ്ടിരിക്കെയാണ് പ്രതി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയത്. മോഷണത്തിന് പിന്നാലെ ഇയാൾ ജോലി നിർത്തി മുങ്ങിയിരുന്നു. മോഷണ ശ്രമത്തിന് ജാർഖണ്ഡ് സ്വദേശി അറസ്റ്റിൽ. ജാർഖണ്ഡ് സ്വദേശി തൗസീഫിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരുമ്പാവൂർ സ്വദേശിയുടെ കെട്ടിടത്തിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി മോഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കോഴിക്കോട് മുക്കത്ത് വീടിന്റെ ഓട് പൊളിച്ച് വൻ കവർച്ച. 25 പവൻ സ്വർണം മോഷ്ടിച്ചെന്ന് പരാതി. മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാസർകോട്ടെ മാലമോഷ്ടാക്കൾ പിടിയിൽ. ബദിയെടുക്ക നീർച്ചാലിൽ യുവതിയുടെ 2 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന മാല തട്ടിപ്പറിച്ച കേസിലാണ് 2 പേർ അറസ്റ്റിലായത്. കർണാടക പുത്തൂർ സ്വദേശികളായ നൌഷാദ് ബി എ, ഷംസുദ്ദീൻ അഷ്കർ അലി എന്നിവരാണ് പിടിയിലായത്. പ്രതികളിൽ നിന്നും മോഷണം മുതലും കൃത്യത്തിനായി ഉപയോഗിച്ച ബൈക്കും കണ്ടെത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൊല്ലത്ത് പള്ളിയിൽ കയറി ഇമാമിന്റെ പണം അപഹരിച്ചതായി പരാതി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. കാരാളിമുക്ക് ജമാഅത്ത് പള്ളിയിലാണ് സംഭവം നടന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി ശാസ്താംകോട്ട പോലീസിൽ ഭാരവാഹികൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. അന്വേഷണം ആരംഭിച്ചു. പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന 20,000-ഓളം രൂപയാണ് മോഷണം പോയത്. സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടിയുമായി കാസർഗോഡ് പോലീസ്. കുപ്രസിദ്ധ ഗുണ്ടയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ അക്ഷയ്ക്കെതിരെ കാപ്പ ചുമത്തി. നിരവധി കേസിൽ പ്രതിയായ ഇയാൾ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയിൽ കളക്ടർ K. ഇമ്പശേഖറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കാസർഗോഡ് കാഞ്ഞങ്ങാടിൽ വൻ തീപിടുത്തം. മദർ ഇന്ത്യ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലാണ് രാവിലെ തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മലപ്പുറം കോവിലകത്തുമുറി ജനവാസ മേഖലയിൽ വനം വകുപ്പ് സ്ഥാപിച്ച ഹാങ്ങിംഗ് ഫെൻസിംഗ് മറികടന്ന് കാട്ടാന വീടുകളിലെ വാഴയും ചക്കയും കവുങ്ങുകളും നശിപ്പിച്ചു. പ്രദേശവാസികളുടെ ഭീതിയും ആശങ്കയും ഉടനെ വനം വകുപ്പ് പരിഹരിക്കണമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ആവശ്യപ്പെട്ടു. മൂന്നാർ കൂടാർവിള എസ്റ്റേറ്റിൽ ലോറികൾ തടഞ്ഞ് കാട്ടുകൊമ്പൻ പടയപ്പ. വളം കയറ്റി വന്ന ലോറികൾ തടഞ്ഞ് ചാക്കുകൾ വലിച്ചു താഴെയിട്ട് പരിഭ്രാന്തി സൃഷ്ടിച്ചു. RRT സംഘമെത്തി പടയപ്പയെ തോട്ടത്തിലേക്ക് കയറ്റി വിട്ടു. മതപ്പാടിലുള്ള പടയപ്പയുടെ പരാക്രമം നാട്ടുകാരെ പരിഭ്രാന്തരാക്കി. മലപ്പുറത്ത് കാട്ടാനയുടെ മുന്നിലകപ്പെട്ട ആദിവാസി യുവതിക്ക് രക്ഷപ്പെട്ടോടുന്നതിനിടെ വീണ് പരിക്കേറ്റു. പോത്തുകൽ അപ്പൻകാപ്പ് നഗറിലെ മൂപ്പൻ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ രമണിക്കാണ് പരിക്കേറ്റത്. ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പേരക്കുട്ടിയെ ആശുപത്രിയിൽ കാണിച്ച് മടങ്ങി വരുന്നതിനിടെയാണ് ആനയുടെ മുന്നിലകപ്പെട്ടത്. ആലപ്പുഴ കുട്ടനാട്ടിൽ കാട്ടുപന്നിയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നു. ചമ്പക്കുളം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് കാട്ടുപന്നിക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നത്. തോട്ടിലൂടെ നീന്തി നടക്കുന്ന നിലയിലാണ് കാട്ടുപന്നിയെ ആദ്യം നാട്ടുകാർ കണ്ടത്. വിളവെടുപ്പിന്റെ ഭാഗമായ നെല്ലും കരകൃഷിയും പന്നികൾ വ്യാപകമായി നശിപ്പിച്ചു. വന്യമൃഗ സംഘർഷത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് നൽകിയ ഉറപ്പുകൾ ലംഘിക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് കത്തെഴുതി പ്രിയങ്ക ഗാന്ധി. വന്യമൃഗ നിയന്ത്രണവും വന്യമൃഗങ്ങളെ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങളുടെ ആവശ്യകതയുമാണ് കത്തിന്റെ ഉള്ളടക്കം. വയനാടും മലപ്പുറത്തും ജില്ലാ ഭരണകൂടത്തിന് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തുക അനുവദിക്കണമെന്ന് പ്രിയങ്ക കത്തിൽ ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പ് നാളെ. സംസ്ഥാനത്തെ 28 തദ്ദേശ വാർഡുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. നാളെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ശബരിമല റോപ്വേ പദ്ധതിയുടെ നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നു. പദ്ധതിക്ക് ഇനി വേണ്ടത് സംസ്ഥാന വൈൽഡ് ലൈഫ് ബോർഡിന്റെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അനുമതി. റോപ്വേക്ക് 4.5 ഹെക്ടർ വനഭൂമിയാണ് ആവശ്യമായി വരുന്നത്. പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് സന്നിധാനം പോലീസ് ബാരക് വരെ 2.7 കിലോമീറ്ററാണ് റോപ്വേയുടെ നീളം. പമ്പ ഹിൽ ടോപ്പ് പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് റോപ്വേയുടെ പ്രധാന സ്റ്റേഷൻ. വന്യമൃഗാക്രമണം തടയണമെന്നാവശ്യപ്പെട്ട് CPIക്ക് കീഴിലുള്ള AIYF, NFAW എന്നിവയുടെ നേതൃത്വത്തിൽ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ് ഉപരോധിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P. പളനിവേൽ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം പാറശാലയിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ഉപവാസ സമരം അവസാനിപ്പിച്ചു. പാറശാല ബ്ലോക്ക് ഓഫീസ് ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപവാസ സമരം. നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബ്രമിൻ ചന്ദ്രന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരം നേമം ജഷീർ ഉദ്ഘാടനം ചെയ്തു.
കേന്ദ്ര ബജറ്റിനെതിരെ ഫെബ്രുവരി 25-ന് ജില്ലാ GST ഓഫീസിലേക്ക് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെ പ്രചരണാർത്ഥം CPIM വളാഞ്ചേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥ പ്രയാണം നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം KP ശങ്കരൻ ക്യാപ്റ്റനും ഏരിയ സെക്രട്ടറിയുമാണ് ജാഥ പ്രചരണം നടത്തിയത്. മലപ്പുറം എടക്കരയിൽ കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPIM ഏരിയ കാൽനട പ്രചരണ ജാഥ തുടരുന്നു. ഏരിയ ജാഥ 2ാം ദിനം വഴിക്കടവ് മണിമൂളിയിൽ നിന്നാരംഭിച്ചു. സംസ്ഥാനത്തെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. അശാസ്ത്രീയമായ ഗതാഗത നയം പിൻവലിക്കണം, വിദ്യാർത്ഥികളുടെ കൺവെൻഷനിൽ പരിഷ്കരണം ഏർപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നവർക്ക് 3 മുതൽ 7 കൊല്ലം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നും ഇക്കാര്യം എല്ലാവരും മനസ്സിലാക്കണമെന്നും ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി ഇടുക്കി ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ഇടുക്കി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് സമിതി ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്നു. പാറേമാവ് ക്വാർട്ടേഴ്സ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് നൽകാൻ യോഗം തീരുമാനിച്ചു. നടപടി ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കളക്ടർ നിർദ്ദേശം നൽകി. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റാഫ് യൂണിയൻ 37ാമത് സംസ്ഥാന സമ്മേളനം നടന്നു. KSKTU സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി N. രതീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് MT അരുൺ അധ്യക്ഷത വഹിച്ചു. അതിവേഗ വാർത്തകൾ തുടരുന്നു. ഡൽഹി ആസ്ഥാനമായ സെൻട്രൽ ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരം സംവിധായകയും തിരക്കഥാകൃത്തും സാമൂഹിക പ്രവർത്തകയുമായ ആതിര വയനാട്. സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് പുരസ്കാരം. തൃശൂർ വേലൂർ മണിമലർക്കാവ് ഭരണി ഉത്സവം കേരള ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിച്ചു. നവകേരള യാത്രയോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ വേലൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ സുരേഷ് പുതുകുളങ്ങര കൊടുത്ത നിവേദനത്തെ തുടർന്നാണ് ക്ഷേത്രത്തെ വിനോദസഞ്ചാര വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തി. കാവുകളുടെ ചരിത്രവും പ്രാധാന്യവും തേടി തൃശൂർ പാവർട്ടി MUALP സ്കൂൾ വിദ്യാർത്ഥികൾ. ചരിത്രം അന്വേഷിക്കുക മാത്രമല്ല, അവ ഡോക്യുമെന്ററിയാക്കി വരും തലമുറയ്ക്ക് കൈമാറുകയും ചെയ്ത് മാതൃകയാകാണ് ഈ വിദ്യാലയം. പാലക്കാട് ജില്ലയിലെ ആനക്കര പാടശേഖരത്തിലേക്ക് മലിനജലം ഒഴുക്കിയതോടെ സംഭരിച്ചു വെച്ച ടൺ കണക്കിന് നെല്ല് നശിച്ചതായി പരാതി. ആനക്കരയിലെ കർഷകൻ കൃഷ്ണൻ പാട്ടത്തിനെടുത്ത കൃഷിയിടത്തിലെ വിളവെടുത്ത നെല്ലാണ് നശിച്ചത്. കുറ്റക്കാർക്കെതിരെ അധികൃതർ ശക്തമായ നടപടിയെടുക്കണമെന്നും കൃഷ്ണൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ആദ്യ മണ്ണ് പരിശോധനാശാലയായ തിരുവനന്തപുരം പാറോട്ട് കോണത്തെ ലബോറട്ടറിക്ക് NABL അംഗീകാരം. സംസ്ഥാന കൃഷി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്. 3 വർഷത്തേക്കാണ് അംഗീകാരത്തിന് പ്രാബല്യമുള്ളത്. ഇടുക്കി കരുണാപുരം വില്ലേജ് ഓഫീസ് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ അപൂർവ നേട്ടത്തിന് ഉടമയായിരിക്കുകയാണ് വില്ലേജ് ഓഫീസർ TA പ്രദീപ്. പ്രഥമ റവന്യൂ അവാർഡിൽ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസായി പാറത്തോടിനെ പ്രഖ്യാപിക്കുമ്പോഴും വില്ലേജ് ഓഫീസർ TA പ്രദീപ് തന്നെയായിരുന്നു. ഒത്തൊരുമയുടെ വിജയമാണ് ഈ നേട്ടം എന്നാണ് കരുണാപുരം വില്ലേജ് ഓഫീസ് ജീവനക്കാർ പറഞ്ഞത്. കൊല്ലം പത്തനാപുരത്ത് DYFIയുടെ നേതൃത്വത്തിൽ KSRTC ബസ്സുകൾ ശുചീകരിച്ചു. CPIM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലയിലെ പൊതുകേന്ദ്രങ്ങൾ ശുചീകരിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി. CPIM ഏരിയ സെക്രട്ടറി H. നജീബ് മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ഭിന്നശേഷിക്കാർക്കായി കലാവിരുന്ന് സംഘടിപ്പിച്ചു. മാത്തുണ്ണി മാത്യൂസ് ട്രെയിനിംഗ് സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കലാമേളയുടെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിച്ചു. വിളവ് 2024 മികവ് പുലർത്തിയ ഭിന്നശേഷി കർഷകർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM സലീം അവാർഡ് നൽകി. തൃശൂർ നെടുപുഴയിൽ ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനി കസ്തൂർബ ഗാന്ധിയുടെ 81ാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കസ്തൂർബ ഗാന്ധി സ്മാരക ട്രസ്റ്റ് കേരള പ്രതിനിധി TS ലേഖ ടീച്ചർ പതാക ഉയർത്തി. സർവമത പ്രാർത്ഥന, പുഷ്പാർച്ചന, കസ്തൂർബ ഗീതാലാപനം എന്നിവ നടന്നു.
മലപ്പുറം ഓമാനൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ യാത്രയയപ്പ് ചടങ്ങും സഹപാഠിക്കായി നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽദാന കർമ്മവും നടന്നു. കർമ്മനിരതമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പൽ സുനീത ടീച്ചർ, ഹൈസ്കൂൾ വിഭാഗത്തിലെ UK മുഹമ്മദ് കുട്ടി മാസ്റ്റർ എന്നിവർക്കുള്ള യാത്രയയപ്പ് ചടങ്ങും താക്കോൽദാനവും കൊണ്ടോട്ടി നിയോജക മണ്ഡലം MLA TV എബ്രഹാം സാഹിബ് നിർവഹിച്ചു. ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തിയുടെ ശിലാഫലക അനാച്ഛാദന കർമ്മവും നടന്നു. അതിരപ്പള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ ആനയോട് കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി കാണിച്ച സഹജീവി സ്നേഹത്തിന് ശില്പഭാഷ്യം ഒരുക്കി തൃശൂർ കോടാലി സ്വദേശി നികേഷ്. തെർമക്കോളും ഫൈബറും മറ്റും ഉപയോഗിച്ച് ചലിക്കുന്ന ആനകളുടെ ശില്പങ്ങൾ നിർമ്മിക്കുന്ന നികേഷ് ഈ ദൃശ്യത്തെ കളിമണ്ണ് കൊണ്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതിഷി മെർലേന ഡൽഹിയിൽ പ്രതിപക്ഷത്തെ നയിക്കും. BJP മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്തയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കും ഒരു വനിത എത്തുന്നത്. ഇതാദ്യമായാണ് ദില്ലിയിൽ ഒരു വനിതാ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നത്. ഇന്ന് നടന്ന ആം ആദ്മി പാർട്ടി MLA-മാരുടെ യോഗത്തിലാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും അടക്കമുള്ള പ്രമുഖർ തോറ്റപ്പോൾ കൽക്കാജി മണ്ഡലത്തിൽ വിജയം പിടിക്കാനായത് അതിഷിക്ക് മാത്രം. റിസർവ് ബാങ്ക് മുൻ ഗവർണർ ശക്തികാന്ത ദാസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. പ്രധാനമന്ത്രിയുടെ കാലാവധി അവസാനിക്കുന്നതുവരെയോ പുതിയ ഉത്തരവുണ്ടാകുന്നതുവരെയോ ആണ് നിയമനം. 6 വർഷം റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന ശക്തികാന്ത ദാസ് കേന്ദ്ര സർക്കാരിൽ വിവിധ വകുപ്പുകളിൽ സെക്രട്ടറിയായിരുന്നു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ US എയ്ഡ് ഫണ്ട് ഉപയോഗിച്ചത് ആശങ്കാജനകമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ആർക്കാണ് ധനസഹായം കിട്ടിയതെന്ന് പരിശോധിക്കണമെന്നും ജയശങ്കർ വ്യക്തമാക്കി. സർക്കാർ ഇത് പരിശോധിച്ച് വരികയാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. തന്റെ സുഹൃത്ത് മോദിക്ക് US എയ്ഡ് കിട്ടിയെന്ന ട്രംപിന്റെ പ്രസ്താവനയിൽ മോദി വിശദീകരണം നൽകണമെന്ന് കോൺഗ്രസും തിരിച്ചടിച്ചു. ആഡംബര ബോട്ടുകളിലെ ജീവനക്കാർക്ക് ദുബായിലേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്ക് അപേക്ഷിക്കാം. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ആണ് ഇക്കാര്യം അറിയിച്ചത്. പുതിയ മൾട്ടിപ്പിൾ എൻട്രി വിസയുടെ കാലാവധി 6 മാസമായിരിക്കും. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.